ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ജാവയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതിൽ ഹിസ്റ്ററി ഓഫ് ജാവ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു വേർഷൻ 1.0 ആണ് ഏറ്റവും ആദ്യം ഉണ്ടായത്, റിലീസ് ചെയ്ത വേർഷൻ എന്നാണ് പറഞ്ഞത്. കണ്ടോ, JDK 1.0. പക്ഷേ അതിന് മുൻപ് തന്നെ ഈ 96-ൽ JDK 1.0 ഉണ്ടാകുന്നതിന് മുൻപ് 95-ൽ നമ്മൾ പറഞ്ഞു 1995-ലാണ് റിലീസ് ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ റിലീസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പേര് നോക്കൂ, ആൽഫ ആൻഡ് ബീറ്റ എന്നായിരുന്നു അതിൻ്റെ പേര്. കണ്ടോ, അപ്പോൾ 95-ലാണ് ജാവ റിലീസ് ചെയ്തത്. അതിൻ്റെ പേര് ആൽഫ ആൻഡ് ബീറ്റ, JDK ആൽഫ ആൻഡ് ബീറ്റ. ദെൻ 96-ലാണ് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വരുന്നത്, അതായത് JDK 1.0. ഓക്കെ, പിന്നെ 97-ൽ 1.1, 98-ൽ 1.2, 2000-ൽ 1.3, 2002-ൽ 1.4, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് തന്നെ JDK മാറി J2SC വരുന്നുണ്ട്. ഈ J2SC നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അതാണ് J2SCയിൽ വരുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് എഡിഷനിലാണ് 18 അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഓരോരോ ഇയറിലായിട്ട് പല 2 ഇയർ കൂടുമ്പോൾ, 1 ഇയർ കൂടുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരേ ഇയറിൽ വരുന്നുണ്ട്. പിന്നെ SE8 മുതലുള്ള എല്ലാ റിലീസും നടക്കുന്നത് എന്ന് വെച്ചാൽ E1 വേർഷനൊക്കെ മാർച്ച് മാസത്തിലും ഓഡ് വേർഷനൊക്കെ സെപ്റ്റംബർ മാസത്തിലും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനൊക്കെ ഉപകാരമായി അല്ലേ. അപ്പോൾ മാർച്ചിലും സെപ്റ്റംബറിലുമാണ് ജാവയുടെ അപ്ഡേഷൻസ് റിലീസ് വരുന്നത്. അതിൽ ഇനി വരാനുള്ളത് 2022 മാർച്ചിൽ ജാവ SE18 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷനാണ് ഇനി പുതിയത് വരാൻ പോകുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം അപ്പോൾ 21 വരെയുള്ള, സെപ്റ്റംബർ വരെയുള്ളത് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇപ്പോൾ ഇതാണ് നമ്മൾ വേർഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കേണ്ടത്. നോക്കുക ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെ വേർഷൻസ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, ഏത് ഇയർ, ജസ്റ്റ് ഒന്ന് നോക്കി പോകാം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ജാവ. അപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും പല കാര്യങ്ങളിലൊക്കെ ഫീച്ചേഴ്സ് ഓഫ് ജാവ റോബസ്റ്റ് ആണ്, സിമ്പിളാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തമാശ രീതിയിലും സീരിയസ് രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളതിനെ നമ്മളുടെ അക്കാദമിക്കിലേക്ക് കൊണ്ടുവരികയാണ്. ജാവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേഷൻ വാസ് ടു മേക്ക് ഇറ്റ് പോർട്ടബിൾ, സിമ്പിൾ ആൻഡ് സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇവരുടെ ടീമിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഉദ്ദേശം, അതായത് എങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അവരുടെ മനസ്സിൽ അവർ ഉദ്ദേശിച്ചിരുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പോർട്ടബിൾ, സിമ്പിൾ ആൻഡ് സെക്യൂർ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് ഈ ഒരു ലാംഗ്വേജിന് വേണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ്. പോർട്ടബിൾ, സിമ്പിൾ ആൻഡ് സെക്യൂർ, 3 കാര്യങ്ങൾ അവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ദിസ്, ഇത് കൂടാതെ തന്നെ ദർ ആർ ഓൾസോ സം എക്സലൻറ്റ് ഫീച്ചേഴ്സ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പോപ്പുലാരിറ്റി ഓഫ് ദിസ് ലാംഗ്വേജ്. ഇത് മാത്രമല്ല, ഉണ്ടാക്കി വന്നപ്പോൾ, റിലീസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും കൂടാതെ തന്നെ ഈ ഒരു ഫീച്ചേഴ്സ്, ഈ ഒരു 3 പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പോർട്ടബിലിറ്റി ആൻഡ് സിമ്പിളാണ്, അതുപോലെ തന്നെ സെക്യൂർ ആണ് എന്നുള്ളതൊന്നും കൂടാതെ വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് അതിന് ഇപ്പോൾ ഉണ്ട്. ജാവ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന് ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദ ഫീച്ചേഴ്സ് ഓഫ് ജാവ ആർ ഓൾസോ നോൺ ആസ് ജാവ ബസ് വേർഡ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ജാവ ബസ് വേർഡ്സ് എന്നും പറയും. ഈ ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കുറേ ഉണ്ട് നമുക്കറിയാം അല്ലേ. അതേ നമ്മൾ എന്തും വിളിക്കും, ജാവ ബസ് വേർഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജാവയുടെ ഫീച്ചേഴ്സിനെ നമ്മൾ കുറച്ച് എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒരു 12 എണ്ണം നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിഗറിൽ നോക്കുക അല്ലെങ്കിൽ ഇതിൽ നോക്കുക. ജാവയിൽ സിമ്പിളാണ് ഒന്ന് അല്ലേ. ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് രണ്ടാമത്തത്. ദെൻ പോർട്ടബിളാണ്. ദെൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ സെക്വയേർഡ് ആണ്. റോബസ്റ്റ് ആണ്. ദെൻ ആർക്കിടെക്ചർ ന്യൂട്രൽ ആണ്. ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണ്. ദെൻ ഹൈ പെർഫോമൻസ് ആണ് ജാവയ്ക്കുള്ളത്. മൾട്ടി ത്രെഡഡ് ലാംഗ്വേജ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ് ആണ്. ആൻഡ് ഡൈനാമിക് ലാംഗ്വേജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജാവയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ. ജാവ ഈസ് വെരി ഈസി ടു ലേൺ ആൻഡ് ഇറ്റ് സിൻറ്റാക്സ് ഈസ് സിമ്പിൾ, ക്ലീൻ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സിൻറ്റാക്സ് എന്ന് പറയുന്നത്
മനസ്സിലാക്കാൻ വളരെ ഈസിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണെന്ന്. ഓക്കെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർ ചിന്തിക്കുക, ഒരു തവണ ഒരു പ്രോഗ്രാം നല്ലവണ്ണം മനസ്സിലാക്കിയാൽ പിന്നെ ജാവ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അത് ജാവ എന്നല്ല, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷനോടുകൂടി നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു സൺ മൈക്രോസിസ്റ്റം, ജാവ ലാംഗ്വേജ് സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിക്കോസ് അതിൻ്റെ കാരണങ്ങൾ ജാവ സിൻടാക്സ് ഇസ് ബേസ്ഡ് ഓൺ C++, സോ ഈസിയർ ഫോർ പ്രോഗ്രാമേഴ്സ് ടു ലേൺ ഇറ്റ് ആഫ്റ്റർ C++. പോലെ തന്നെയാണ് ജാവയുടെ സിൻടാക്സും വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ C++ പഠിച്ച ഒരാൾക്ക് ജാവ പഠിക്കാൻ ഈസിയാണ്. ഓക്കെ, ദെൻ ജാവ ഹാസ് റിമൂവ്ഡ് മെനി കോംപ്ലിക്കേറ്റഡ് ആൻഡ് റെയർലി യൂസ്ഡ് ഫീച്ചേഴ്സ്. കുറേ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ജാവ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്സ്പ്ലിസിറ്റ് പോയിൻറ്റേഴ്സ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. There is no need to remove unreferenced objects because there is an automatic garbage collection in ജാവ. അതായത് അൺറെഫറൻസ്ഡ്, അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യാത്ത ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് അവിടെ എന്തൊരു സിസ്റ്റം ഉണ്ട്? ജാവയിലുള്ളൊരു സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ജാവയിലത്തെ ആ ഒരു ഫീച്ചറും ഇത് ഈസി ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണെങ്കിലും അൺയൂസ്ഡ് ആയിട്ട് അൺറെഫറൻസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ത്രൂ പ്രോഗ്രാം റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ജാവ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. നമുക്കറിയാമല്ലോ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് നമ്മളിനി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഇത്രയും ഒരു പകുതി മൊഡ്യൂളോളം എന്താ പഠിച്ചത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ്, പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് പഠിച്ചത്. ആ ഫീച്ചേഴ്സൊക്കെ ആർക്കുണ്ട്? ജാവയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. എവറിത്തിങ് ഇൻ ജാവ ഈസ് ആൻ ഒബ്ജക്റ്റ്. ജാവയിൽ എന്ത് എടുത്താലും അതെന്താണ്? ഒരു ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മീൻസ് വി ഓർഗനൈസ് അവർ സോഫ്റ്റ്വെയർ ആസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് that incorporate both data and behavior. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ ഐറ്റത്തിനെയും, നമ്മുടെ സോഫ്റ്റ്വെയറിലത്തെ ഓരോ ഐറ്റത്തിനെയും നമ്മൾ എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സിൻ്റെ കോമ്പിനേഷനാണ് എന്ത്? നമ്മൾ ഉണ്ടാക്കി വരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Object-oriented programming is a methodology that simplifies software development and maintenance by providing some rules. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്, ആ ഒരു മെത്തഡോളജി ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി ബേസിക് കോൺസെപ്റ്റ്സ്, സൂപ്പ് കോൺസെപ്റ്റ്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ. നെക്സ്റ്റ് വൺ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ജാവ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ലാംഗ്വേജസ് ലൈക്ക് C++, etc. which are compiled into platform specific means, while Java is a write once run anywhere language. റൈറ്റ് വൺസ് റൺ എനിവേർ, അതായത് WORA. അതെ, ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക സോഫ്റ്റ്വെയറിൽ റൺ ടൈമിൽ നമ്മൾ ഉണ്ടാക്കി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുള്ള ജാവ പ്രോഗ്രാം എവിടെ പോയിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ സിയോ C++ഓ വേറെ ഏതെങ്കിലും ലാംഗ്വേജോ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി. ഏതിലാ? നമ്മൾ ലിനക്സിൽ ഒരു പ്രോഗ്രാം എഴുതി. ലിനക്സിൽ പ്രോഗ്രാം എഴുതി, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. നമുക്ക് അതേ ഫയൽ എടുത്ത് .c എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഫയൽ എടുത്തുകൊണ്ട് നമുക്ക് അത് ഷട്ട് ഡൗൺ ചെയ്ത് വിൻഡോസിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് അത് അവിടെ റൺ ചെയ്യാൻ പറ്റില്ല. അവിടെ ആദ്യം എന്ത് ചെയ്യണം? ആസ് എ ന്യൂ പ്രോഗ്രാം അത് വീണ്ടും റീകമ്പൈൽ ചെയ്യണം, എന്നിട്ട് വേണം റൺ ചെയ്യാൻ. കമ്പൈൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ അത് ടെക്സ്റ്റ് ഫയലാണ്. അതിനെ കമ്പൈൽ ചെയ്ത് ലിങ്ക് ചെയ്ത് ലോഡ് ചെയ്ത് എല്ലാം റെഡി, കമ്പൈൽ ചെയ്ത് വരുമ്പോൾ അതെന്താണ്? ഒബ്ജക്റ്റ് ഫയലാണ്. എന്നിട്ടോ അതിലേക്ക് ലിങ്കിങ്ങും ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് എക്സിക്യൂട്ടബിൾ ഫയലാവുന്നത്. ആ എക്സിക്യൂട്ടബിൾ ഫയലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് റൺ ചെയ്യുന്നത്.
അപ്പോൾ വേറെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്ത് നോക്കിയാലും ഏത് പ്ലാറ്റ്ഫോമിലാണോ അത് എഴുതിയത് ആ പ്ലാറ്റ്ഫോമിൽ അത് കമ്പൈൽ ചെയ്തിട്ട് അല്ലെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം. എന്നിട്ട് ആ പ്രോഗ്രാമിനെ എടുത്ത് നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അഗെയിൻ വീണ്ടും അവിടെ കമ്പൈലേഷനും ലോഡിങ്ങും ലിങ്കിങ്ങും ഒക്കെ നടക്കണം. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം, നമുക്ക് ജാവയിൽ ഒരു ജാവ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ, ജാവ റൺ ടൈം എൻവിറോൺമെൻറ്റിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു പ്രോഗ്രാമിംഗ് നടക്കുന്നത്, ആ പ്രോഗ്രാം കമ്പൈലേഷൻ നടക്കുന്നത്. അങ്ങനെ കമ്പൈലേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന കോഡ് ഒബ്ജക്റ്റ് കോഡാണ്. ആ ഒബ്ജക്റ്റ് കോഡിനെ നമുക്ക് വേറെ എവിടെ ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് വേണമെങ്കിലും നമുക്കെടുത്ത് യൂസ് ചെയ്യാം, റൺ ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സി ആൻഡ് സി പ്ലസ് പ്ലസ് വിച്ച് ആർ കമ്പൈൽഡ് ഇൻ ടു പ്ലാറ്റ്ഫോം സ്പെസിഫിക് മെഷീൻസ്. അത് നമുക്ക് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള മെഷീനിൽ തന്നെ എന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്യണം. വൈൽ ജാവ ഈസ് റൈറ്റ് വൺസ് റൺ എനിവർ language. There are two types of platforms, software based and hardware based. സാധാരണ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഹാർഡ്വെയർ ബേസ്ഡ് പ്ലാറ്റ്ഫോംസും ഉണ്ട്. ജാവ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ജാവ പ്ലാറ്റ്ഫോം ഡിഫറെൻറ്റ് ഫ്രം most other platforms in the sense that it is a software based platform that runs on top of other hardware based platforms. ബാക്കിയുള്ള ഹാർഡ്വെയർ ബേസ്ഡ് പ്ലാറ്റ്ഫോംസിൻ്റെ എല്ലാറ്റിൻ്റെയും മുകളിലാണ് ഇത് നിൽക്കുന്നത്, ഈ ജാവ റൺ ടൈം എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. അതിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, റൺ ടൈം എൻവിറോൺമെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. ആ രണ്ടെണ്ണമാണ് എന്തിലുള്ളത്, ഈ ഒരു ജാവ പ്ലാറ്റ്ഫോമിലുള്ളത്. ഓക്കെ, then Java code can be executed on multiple platforms, for example Windows, Linux, Sun, Solaris, Mac OS etc. ഞാൻ പറഞ്ഞത് തന്നെയാണ്. Java code is compiled by the compiler and converted into bytecode. കണ്ടോ, ആ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. അവിടെ ജാവയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈറ്റ് കോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാവയിൽ പ്രോഗ്രാംസ് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആസ് ബൈറ്റ് കോഡ്സ് ആയിട്ടാണ് എന്ത് സേവ് ചെയ്യുന്നത്, ജാവയിലുള്ള പ്രോഗ്രാംസ് സേവ് ചെയ്യുന്നത്. ദിസ് ബൈറ്റ് കോഡ് ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് കോഡ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റൺ ഓൺ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്, ദാറ്റ് ഈസ് റൈറ്റ് വൺസ് ആൻഡ് റൺ എനിവേർ. ഓക്കെ, അപ്പോൾ അവിടെ ബൈറ്റ് കോഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ആ ബൈറ്റ് കോഡായിട്ട് പ്രോഗ്രാംസ് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബൈറ്റ് കോഡിനെ കോപ്പി ചെയ്തിട്ട് വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കൊടുത്താലും, വേറെ ഏത് സിസ്റ്റത്തിൽ, വേറെ ഏത് എൻവിറോൺമെൻറ്റിൽ കൊണ്ടുപോയിട്ടാലും നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് secured, that is Java is best known for its security. With Java we can develop virus free systems. Java is secured because there is no explicit pointer here. Then Java programs run inside a virtual machine sandbox. ഒരു വെർച്വൽ മെഷീൻ സാൻഡ് ബോക്സിൻ്റെ ഉള്ളിൽ വെർച്വൽ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ജാവ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ജാവ സെക്യൂർഡ് ആണെന്ന് പറയാൻ കാരണം. ഇനി ജാവയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ് ക്ലാസ് ലോഡർ, ബൈറ്റ് കോഡ് വെരിഫയർ ആൻഡ് സെക്യൂരിറ്റി മാനേജർ. ഓക്കെ, ക്ലാസ് ലോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ജാവ റൺ ടൈം എൻവിറോൺമെൻറ്റ്, ദാറ്റ് ഈസ് JRE, വിച്ച് ഈസ് യൂസ് ടു ലോഡ് ജാവ ക്ലാസസ് ഇൻ ടു ജാവ വെർച്വൽ മെഷീൻ ഡൈനാമിക്കലി. ജാവ വെർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവയിലത്തെ പ്രോഗ്രാംസ് കമ്പൈലും റണ്ണും ചെയ്യുന്നത്. ഓക്കെ, ആ ജാവ വെർച്വൽ മെഷീനിലേക്ക് ജാവയിലുള്ള ഓൾറെഡി ബിൽട്ടിൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രോഗ്രാമിലുള്ളതോ ആയിട്ടുള്ള ക്ലാസസിനെ ലോഡ് ചെയ്യാൻ ആരാണ് ഉപയോഗിക്കുന്നത്, ക്ലാസ് ലോഡറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഡൈനാമിക്കലിയാണ് എന്ത് നടക്കുന്നത്, ക്ലാസ്സസ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു റീസണാണ്, ജാവ സെക്യൂർ ആവാനുള്ള ഒരു റീസണാണ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ആഡ്സ് സെക്യൂരിറ്റി ബൈ സെപ്പറേറ്റിംഗ് ദ പാക്കേജ് ഫോർ ദ ക്ലാസസ് ഓഫ് ലോക്കൽ ഫയൽ സിസ്റ്റം ഫ്രം ദോസ് ദാറ്റ് ആർ ഇമ്പോർട്ടഡ് ഫ്രം നെറ്റ്വർക്ക് സോഴ്സസ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ആ ഒരു ക്ലാസ് ലോഡർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ it provides security എങ്ങനെ, by separating the package for the classes of local file system. ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ട് റൺ ചെയ്യുന്ന ഫയലിന് അല്ലെങ്കിൽ ക്ലാസ്സിന് ഇന്ന പാക്കേജുകൾ കൊടുക്കാം. ഇൻ്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നിന്നോ ഡൗൺലോഡ് ആയിട്ടുള്ള അൺസെക്യൂർ ആയിട്ടുള്ള ഫയൽസിന് ഇന്ന പാക്കേജസേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഡിവിഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പാക്കേജസും എല്ലാ ഡാറ്റയ്ക്കും എല്ലാ ഫയലിനും അവൈലബിൾ അല്ല. ഓക്കെ, ഇറ്റ് ഈസ് സെപ്പറേറ്റഡ്.
എങ്ങനെ ലോക്കൽ ഫയൽ സിസ്റ്റത്തിന് ചില പാക്കേജസ് കൊടുക്കും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സോഴ്സസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ വരുന്ന അൺസെക്യൂർ ആയിട്ടുള്ള ഫയൽസിന് നമ്മൾ ചില പാക്കേജസിനെ ഡിനൈ ചെയ്യും. ഓക്കെ, ആ ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് ലോഡർ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ബൈറ്റ് കോഡ് വെരിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ചെക്സ് ദ കോഡ് ഫ്രാഗ്മെൻറ്റ്സ് ഓർ ഇല്ലീഗൽ കോഡ് ദാറ്റ് ക്യാൻ വയലേറ്റ് ആക്സസ് റൈറ്റ്സ് ടു ഒബ്ജക്ട്സ്. അതായത് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ ആക്സസ് സ്പെസിഫയർ റൂൾസ് തെറ്റിക്കുന്ന എന്തെങ്കിലും കീവേഡ്സ് അതിലുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബൈറ്റ് കോഡ് വെരിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then security manager, it determines what resources a class can access such as reading and writing to the local disk. സെക്യൂരിറ്റി മാനേജർ എന്താ ചെയ്യുന്നത്? ഒരു ക്ലാസ്സിന് ഒരു ഫയലിനെ എന്തൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, എന്തൊക്കെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി. ജാവ ലാംഗ്വേജ് പ്രൊവൈഡ്സ് ദീസ് സെക്യൂരിറ്റീസ് ബൈ ഡീഫോൾട്ട്. ജാവയ്ക്ക് ഇതേ ഈ ഒരു മെത്തേഡ്സൊക്കെ ജാവയിൽ ഓൾറെഡി ബിൽട്ടിൻ ആണ്, നമ്മൾ പ്രത്യേകിച്ച് ഇതിനൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. സം സെക്യൂരിറ്റി ക്യാൻ ഓൾസോ ബി പ്രൊവൈഡഡ് ബൈ an application developer explicitly through SSL, JAS, ക്രിപ്റ്റോഗ്രഫി എക്സെട്ര. എന്താണ്? ചില സെക്യൂരിറ്റികൾ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കാനും പറ്റും. SSL സെക്യൂർഡ് സ്റ്റാൻഡേർഡ് സെക്യൂർ ലെയർ ഇല്ലേ, അതും പിന്നെ ജാസ് ക്രിപ്റ്റോഗ്രഫി നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് പ്രോഗ്രാമർക്ക് ഉൾപ്പെടുത്താവുന്ന അങ്ങനെയും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ജാവയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസും പ്ലസ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുന്ന പ്രോഗ്രാമർ കൊടുക്കുന്ന ഇങ്ങനെയുള്ള ക്രിപ്റ്റോഗ്രഫി പോലുള്ള സിസ്റ്റംസൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാം രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പം ജാവ ഈസ് വെരി സെക്യൂർ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചറാണ് റോബസ്റ്റ്. ദ ഇംഗ്ലീഷ് മീനിങ് ഓഫ് ദ റോബസ്റ്റ് ഇസ് സ്ട്രോങ്. റോബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് എന്താണ്? സ്ട്രോങ് ആണ്. ജാവ എന്തുകൊണ്ടാണ് സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം ഇറ്റ് യൂസസ് സ്ട്രോങ് മെമ്മറി മാനേജ്മെൻറ്റ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്മറി മാനേജ്മെൻറ്റ് അവിടെ ഉണ്ട്. ദെൻ ദർ ഈസ് എ ലാക്ക് ഓഫ് പോയിൻറ്റേഴ്സ് ദാറ്റ് അവോയ്ഡ് സെക്യൂരിറ്റി പ്രോബ്ലംസ്. എന്താണ്? പോയിൻറ്റേഴ്സ് ഉപയോഗിക്കാത്തത് കൊണ്ട് അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് കുറവാണ്, സെക്യൂർ ആണ് കുറച്ചും കൂടി. ദെൻ ജാവ പ്രൊവൈഡ്സ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ വിച്ച് റൺസ് ഓൺ ദ Java virtual machine to get rid of the objects which are not being used by a Java application anymore. ഒരു ജാവ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒബ്ജക്റ്റുകളെയൊക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് സിസ്റ്റം ഉണ്ട്? ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ദർ ആർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ടൈപ്പ് ചെക്കിംഗ് മെക്കാനിസം ഇൻ ജാവ. അതായത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ പോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും ടൈപ്പ് ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. ഓൾ ദീസ് പോയിൻറ്റ്സ് മേക്ക് ജാവ റോബസ്റ്റ്. ഇതൊക്കെ കാരണം ജാവ എന്താണ്? ഇറ്റ് ഈസ് എ റോബസ്റ്റ് ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ ഈസ് ആർക്കിടെക്ചർ ന്യൂട്രൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ജാവ ഈസ് ആർക്കിടെക്ചർ ന്യൂട്രൽ ബിക്കോസ് ദർ ആർ നോ ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ സൈസ് ഓഫ് പ്രിമിറ്റീവ് ടൈപ്സ് ഇസ് ഫിക്സഡ്. അതായത് ഏത് ആർക്കിടെക്ചറിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സിയോ അല്ലെങ്കിൽ വേറെ C++ അങ്ങനത്തെ ലാംഗ്വേജസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻറ്റീജറിന് എത്ര മെമ്മറി സ്പേസ് വേണം? ഇൻറ്റീജറിന് 2 ബൈറ്റ് വേണം എന്നുള്ളതാണ് 32 ബിറ്റ് സിസ്റ്റത്തിൻ്റെ റൂള്. പക്ഷേ 64 ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഇൻറ്റീജറിന് 4 ബൈറ്റ്സ് വേണം അല്ലേ. അപ്പം നമുക്ക് ഒരു പ്രോഗ്രാം എഴുതുമ്പം അത് 32 ബിറ്റ് ആർക്കിടെക്ചറിന് വേറൊരു പ്രോഗ്രാമും 64 ബിറ്റ് ആർക്കിടെക്ചറിന് വേറെ പ്രോഗ്രാമൊക്കെ ആയിട്ട് എഴുതേണ്ടി വരും. നോർമൽ പ്രോഗ്രാംസ് അല്ല, നമ്മൾ മെമ്മറി ലൊക്കേഷൻസ് അല്ലെങ്കിൽ സൈസൊക്കെ നോക്കുന്ന അങ്ങനെയുള്ള പ്രോഗ്രാംസ് എഴുതുമ്പോൾ ഓക്കെ, പോയിൻ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു എത്ര ലൊക്കേഷൻ വേണം, സ്റ്റോറേജ് സ്പേസ് എത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ അത് ആർക്കിടെക്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ ആർക്കിടെക്ചറിലും നമുക്ക് വ്യത്യാസം ഉണ്ട്, ഓരോ ഡാറ്റയ്ക്കും വ്യത്യാസം വരും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ജാവയിൽ എന്താ ചെയ്യുന്നത്? എന്താ പറയുക, ജാവയിൽ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ്. 32 ബിറ്റ് ആർക്കിടെക്ചർ ആണെങ്കിലും 64 ബിറ്റ് ആർക്കിടെക്ചറിലാണെങ്കിലും അവിടെ എന്താ വരുന്നത്? 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇൻറ്റീജറിന് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ന ആർക്കിടെക്ചറിൽ ഇന്ന മാതിരി എന്നുള്ള വ്യത്യാസമില്ല. എല്ലാ ആർക്കിടെക്ചർ എടുത്ത് നോക്കിയാലും കോമൺ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ആർക്കിടെക്ചർ ന്യൂട്രൽ ആണ്. ദർ ആർ നോ ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സ്. ഓക്കെ,
അടുത്തതാണ് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് യു ടു ക്യാരി ദ ബൈറ്റ് കോഡ് ടു എനി പ്ലാറ്റ്ഫോം. നമ്മൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു രൂപമാണ് പോർട്ടബിൾ. സാധാരണ വേർഡ്സ് പോർട്ടബിൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? മൂവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത് എന്നാണ് പോർട്ടബിൾ എന്ന് പറഞ്ഞ അർത്ഥം, അല്ലേ? നമ്മൾ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നു, എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു, അവിടെയൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോർട്ടബിൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജാവയിൽ നമ്മൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യാം. ഒരു പ്ലാറ്റ്ഫോമിൽ കമ്പൈൽ ചെയ്ത പ്രോഗ്രാം എടുത്തിട്ട് വേറെ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാം, ഒരു പ്രശ്നമില്ല എന്നുള്ളത് പറഞ്ഞു, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അതെങ്ങനെയാണത് നമുക്ക് പോസിബിൾ ആവുന്നത്? ബൈ ദ യൂസ് ഓഫ് ജാവ ബൈറ്റ് കോഡ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ആഫ്റ്റർ കമ്പൈലേഷൻ ജാവയിൽ സ്റ്റോർ ചെയ്യുന്നത് ആസ് ബൈറ്റ് കോഡ്സ് ആയിട്ടാണ്. അപ്പോൾ ബൈറ്റ് കോഡായിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ആ ബൈറ്റ് കോഡിനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് എന്തിനെ മാറ്റാൻ പറ്റും? ജാവ പ്രോഗ്രാമിനെ കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് റിക്വയർ എനി ഇംപ്ലിമെൻറ്റേഷൻ. അത് ഏത് സിസ്റ്റത്തിലാണ്, ഏത് ആർക്കിടെക്ചറിലാണ്, എവിടെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, JVM ഉണ്ടായിരിക്കണം, ജാവ റൺ ടൈം എൻവിറോൺമെൻറ്റ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജാവയിൽ ഒരു JDK ഉണ്ടെങ്കിൽ, ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻവിറോൺമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിടെ എഴുതിയ ജാവ പ്രോഗ്രാമും നമുക്ക് എടുത്തു കൊണ്ടുപോയി വേറെ സ്ഥലത്ത് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് പോർട്ടബിൾ എന്ന് പറയുന്നത്. Then high performance. Java is faster than other traditional interpreted programming languages because Java bytecode is close to native code. നമ്മൾ സാധാരണ കോഡിൻ്റെ ഏതാണ്ട് ഒരു പോലെയാണ് എന്ത് വരുന്നത്? ബൈറ്റ് കോഡ് വരുന്നത്. ഇറ്റ് ഈസ് സ്റ്റിൽ എ ലിറ്റിൽ ബിറ്റ് സ്ലോവർ ദാൻ കമ്പൈൽഡ് ലാംഗ്വേജ്. സാധാരണ നമ്മൾ കമ്പൈൽഡ് ലാംഗ്വേജിനെക്കാട്ടിലും കുറച്ച് സ്ലോവറാണ്. ജാവ ഈസ് എൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സ്ലോവർ ദാൻ കമ്പൈൽഡ് ലാംഗ്വേജ്. അതെന്തുകൊണ്ടാണ് സ്ലോ ആവുന്നത്? ജാവ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അതെന്താ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? ഇൻ്റർപ്രിറ്റേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസ് എ ഹോൾ പ്രോഗ്രാമിനെ മൊത്തം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ മൊത്തം കമ്പൈൽ ചെയ്യുന്നതാണ് നമ്മൾ ഹോൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. ഈച്ച് സെൻറ്റൻസ് വൺസ് കമ്പൈൽ ചെയ്തു, ദെൻ ഇൻ്റർപ്രിറ്റ് ചെയ്തു, അങ്ങനെ ഓരോരോ ലൈനായിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജാവ ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? അവിടെ സ്ലോ ആവുന്നത്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് ഇൻ ജാവ. ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ് ആണ്. RMI and EJB, റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ and enterprise Java beans are used for creating distributed applications. This feature of Java makes us able to access files by calling the methods from any machine on the internet. വേറെ ഏതെങ്കിലും മെഷീൻ യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ മെഷീനിലുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ ഒരു മെത്തേഡ്സിനെ കോൾ ചെയ്യാൻ നമുക്ക് എന്തുപയോഗിച്ചിട്ട് പറ്റും? ഈ EJB RMI ഒക്കെ ഉപയോഗിച്ചിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ് എന്ന് പറയുന്നത്. Then multi-threaded. A thread is like a separate program executing concurrently. രണ്ട് പ്രോഗ്രാം ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ള സിസ്റ്റം. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ത്രെഡ്സ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. വി ക്യാൻ റൈറ്റ് ജാവ പ്രോഗ്രാംസ് ദാറ്റ് ഡീൽ വിത്ത് മെനി ടാസ്ക്സ് അറ്റ് വൺസ് ബൈ ഡിഫൈനിങ് മൾട്ടിപ്പിൾ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജാവ പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. The main advantage of multi-threading is that it doesn't occupy memory for each thread. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള. ഇപ്പോൾ 2-3 പ്രോഗ്രാംസ് റൺ ചെയ്യണമെങ്കിൽ ആ 2-3 പ്രോഗ്രാംസിന് സെപ്പറേറ്റ് എന്ത് വേണം? മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് വേണം. പക്ഷേ മൾട്ടിപ്പിൾ ത്രെഡ്സ് ആണെങ്കിൽ ഒരേ പ്രോഗ്രാമിൻ്റെ മെമ്മറീനെ ഷെയർ ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ത്രെഡ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ doesn't need any memory for each thread. It shares a common memory area. The threads are important for multimedia, web applications, etc. ത്രെഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൾട്ടി ത്രെഡഡ് സിസ്റ്റമാണ് ജാവ എന്ന് പറയുന്നത്. Then the last one is dynamic. Java is dynamic language. It supports the dynamic loading of classes. റൺ ടൈമിൽ ക്ലാസ്സസ് ലോഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇറ്റ് മീൻസ് ക്ലാസ്സസ് ആർ ലോഡഡ് ഓൺ ഡിമാൻഡ്. ഇറ്റ് ഓൾസോ സപ്പോർട്ട്സ് ഫങ്ഷൻസ് ഫ്രം ഇറ്റ്സ് നേറ്റീവ്
ലാംഗ്വേജസ്, അതായത് C++ ആണല്ലോ ജാവയുടെ നേറ്റീവ് ലാംഗ്വേജസ്. അതിൽ നിന്ന് കുറച്ച് ബിൽട്ടിൻ ആയിട്ടുള്ള ഫങ്ഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാവ സപ്പോർട്ട്സ് ഡൈനാമിക് കമ്പൈലേഷൻ ആൻഡ് ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻറ്റ്, ഗാർബേജ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനാമിക് എന്ന് പറഞ്ഞത്, ഡൈനാമിക് ആക്സസ് ഓഫ് ക്ലാസ് ഫയൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ജാവ സിമ്പിൾ ആണ്, ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ദെൻ സെക്വേർഡ് ആണ്, റോബസ്റ്റ് ആണ്, ആർക്കിടെക്ചർ ന്യൂട്രൽ ആണ്, പോർട്ടബിൾ, ഹൈ പെർഫോമൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ്, മൾട്ടി ത്രെഡഡ് ആൻഡ് ഡൈനാമിക്. ഇത്രയാണ് ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വേർഷൻസ് ഓഫ് ജാവയും നോക്കി, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ജാവയും നോക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.